എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സോ ഇപ്പം ഞാൻ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി എഫക്റ്റീവ് പാക്കാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാവുന്ന കറുപ്പ് നിറം, അതുപോലെ ചുണ്ടിന് ചുറ്റുണ്ടാവുന്ന കറുപ്പ് നിറമൊക്കെ നല്ല രീതിയിൽ തന്നെ റിഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു 1 വീക്കിൽ തന്നെ അറിയാൻ പറ്റും. ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു പാക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വലിച്ചു നീട്ടി ഇൻട്രോ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നാലും ഈ കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റുമൊക്കെ കറുപ്പ് നിറം വരാനുള്ള റീസൺ എന്താണെന്ന് ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ. സോ നമ്മൾ അധികം നേരം ഫോണിൽ ലാപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റായി കിടന്നുറങ്ങുന്നവരാണ്, ഒത്തിരി സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ണിന് ചുറ്റും ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് വരാം. ഇനി ചുണ്ടിന് ചുറ്റും ഇതുപോലെ കറുപ്പ് നിറം വരാനായിട്ട് കുറേ റീസൺസ് ഉണ്ട് കേട്ടോ. മേ ബി നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് കാരണമാവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുണ്ടിന്റെ മുകളിലായിട്ടാണ് എപ്പോഴും കൂടുതൽ വേർപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടവൽ വെച്ചോ കൈ വെച്ചോ ഇങ്ങനെ തുടയ്ക്കുന്നത് കാരണം അവിടുത്തെ സ്കിന്നൊക്കെ കുറച്ചും കൂടെ ഡാർക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ റീസൺസ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു പാക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ ആണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. മറ്റ് കോഫി പൗഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു തരിതിരിപ്പ് ഉണ്ടാവും ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ കണ്ണിന്റെ അടിയിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ നല്ലത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആലോവേര ജെല്ലാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് മറ്റേ ആലോവേര പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ജെല്ലല്ല, അല്ലാതെ നമ്മൾ ആലോവേര ജെല്ലായിട്ട് മേടിക്കുമല്ലോ, അത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3 നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ ഒരു ടൈമിലത്തേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്കിത് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു മാസത്തോളം നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനത് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ണിന് ചുറ്റും ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോഫിയിൽ കഫൈൻ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ ആലോവേര ജെല്ല് നമ്മുടെ കണ്ണിന്റെ പഫ്നെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിറ്റാമിൻ ഇയും ഈ പറയുന്ന പോലെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഒരു പാക്ക് നമ്മൾ ചുണ്ടിന് ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള മെലാനിൻ്റെ അളവ് ഇത് കുറച്ചിട്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ലൈറ്റനപ്പ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. 1-2 തവണ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല കേട്ടോ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു 1 വീക്കെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.